വള്ളുവനാട്ടിലെ പൂരപ്പൊലിമയിൽ സാംസ്കാരിക തനിമ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് മണ്ണാർക്കാട് പൂരം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. 2026 മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പൂരത്തീയതികൾ 2026. ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരം 2026 മാർച്ച് 7 മുതൽ 14 വരെയാണ് നടക്കുന്നത്. ആരംഭം പൂരം പുറപ്പാട് മാർച്ച് 7, സമാപനം വലിയാറാട്ട് മാർച്ച് 14. അതിനുശേഷം നടക്കുന്ന 8ാം ദിവസത്തെ ചെട്ടിവേലയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. ഐതിഹ്യവും ചരിത്രവും ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ ഭക്തനായിരുന്ന മണ്ണാർക്കാട് നായർ തറവാട്ടിലെ കാരണവർക്ക് ദേവി ദർശനം നൽകിയെന്നും തുടർന്ന് ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം. ടിപ്പു സുൽത്താന്റെ പടയോട്ടം, മലബാർ കലാപം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാർക്കാടിന്റെ സാംസ്കാരിക അടയാളമാണ് ഈ പൂരം. പഴയകാലത്തെ നാടുവാഴികളായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നും ക്ഷേത്രഭരണം നടക്കുന്നത്. പ്രധാന ചടങ്ങുകളും പ്രത്യേകതകളും. സുൽത്താന്റെ പടയോട്ടം, മലബാർ കലാപം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാർക്കാടിന്റെ സാംസ്കാരിക അടയാളമാണ് ഈ പൂരം. പഴയകാലത്തെ നാടുവാഴികളായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നും ക്ഷേത്രഭരണം നടക്കുന്നത്. പ്രധാന ചടങ്ങുകളും പ്രത്യേകതകളും. മണ്ണാർക്കാട് പൂരത്തെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് താഴെ പറയുന്ന ഘടകങ്ങളാണ്. 1. കന്നിപ്പാർച്ച. പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കും പൂരപ്പറമ്പിൽ വെച്ച് കഞ്ഞി നൽകുന്ന ചടങ്ങാണിത്. ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കുചേരുന്നു. വള്ളുവനാട്ടിലെ പൂരപ്പൊലിമയിൽ സാംസ്കാരിക തനിമ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് മണ്ണാർക്കാട് പൂരം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. 2026 മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പൂരത്തീയതികൾ 2026. ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരം 2026 മാർച്ച് 7 മുതൽ 14 വരെയാണ് നടക്കുന്നത്. ആരംഭം പൂരം പുറപ്പാട് മാർച്ച് 7, സമാപനം വലിയാറാട്ട് മാർച്ച് 14. അതിനുശേഷം നടക്കുന്ന 8ാം ദിവസത്തെ ചെട്ടിവേലയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. ഐതിഹ്യവും ചരിത്രവും ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. അങ്ങാടിപ്പുറം തിരുമാന്ധാംകുന്ന് ഭഗവതിയുടെ ഭക്തനായിരുന്ന മണ്ണാർക്കാട് നായർ തറവാട്ടിലെ കാരണവർക്ക് ദേവി ദർശനം നൽകിയെന്നും തുടർന്ന് ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം. ടിപ്പു സുൽത്താന്റെ പടയോട്ടം, മലബാർ കലാപം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാർക്കാടിന്റെ സാംസ്കാരിക അടയാളമാണ് ഈ പൂരം. പഴയകാലത്തെ നാടുവാഴികളായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നും ക്ഷേത്രഭരണം നടക്കുന്നത്. പ്രധാന ചടങ്ങുകളും പ്രത്യേകതകളും. മണ്ണാർക്കാട് പൂരത്തെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് താഴെ പറയുന്ന ഘടകങ്ങളാണ്. 1. കന്നിപ്പാർച്ച. പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണിത്. അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കും പൂരപ്പറമ്പിൽ വെച്ച് കഞ്ഞി നൽകുന്ന ചടങ്ങാണിത്. ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കുചേരുന്നു. 2. ആറാട്ട് എഴുന്നള്ളിപ്പ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയുടെ തീരത്തുള്ള ആറാട്ടുകടവിലേക്കാണ് ദേവി ആറാട്ടിനായി എഴുന്നള്ളുന്നത്. ഇതോടെയാണ് ഉത്സവത്തിന്റെ ലഹരി ഉച്ചസ്ഥായിയിലാകുന്നത്. 3. ഗോത്രവർഗ പങ്കാളിത്തം. അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാർ തങ്ങളുടെ കാർഷിക വിഭവങ്ങളും വനവിഭവങ്ങളും പൂരപ്പറമ്പിൽ വിൽപ്പനയ്ക്കായി എത്തിക്കാറുണ്ട്. ഇതൊരു വലിയ സാംസ്കാരിക വിനിമയ വേദി കൂടിയാണ്.
4. കലാരൂപങ്ങൾ. ചക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ പരമ്പരാഗത ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നു. 5. വാണിജ്യ പ്രാധാന്യം. പണ്ടുകാലം മുതലേ കർണാടകയിൽ നിന്നുള്ള കൽച്ചട്ടികളും മറ്റു ഗൃഹോപകരണങ്ങളും മണ്ണാർക്കാട് പൂരപ്പറമ്പിലെ പ്രധാന ആകർഷണമാണ്. എങ്ങനെ എത്തിച്ചേരാം? സ്ഥാനം: മണ്ണാർക്കാട് ടൗണിലെ VM റോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ദൂരത്താണ് അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. ബസ് മാർഗം: പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണാർക്കാടേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട്. ട്രെയിൻ മാർഗം: പാലക്കാട് ടൗൺ 38 കിലോമീറ്റർ, പാലക്കാട് ജംഗ്ഷൻ, ഒലവക്കോട് എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. വിമാനം: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കരിപ്പൂർ ഏകദേശം 70 കിലോമീറ്റർ. മാർഗഴിയിൽ മല്ലികപ്പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പ്രശസ്തമായ ഗാനം ഈ പൂരത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ മലയാളി മനസ്സുകളിൽ എന്നും നിലനിർത്തുന്നു. ഒരു നാടിന്റെ ഐക്യത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമായ മണ്ണാർക്കാട് പൂരം നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. കലാരൂപങ്ങൾ. ചക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ പരമ്പരാഗത ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നു. 5. വാണിജ്യ പ്രാധാന്യം. പണ്ടുകാലം മുതലേ കർണാടകയിൽ നിന്നുള്ള കൽച്ചട്ടികളും മറ്റു ഗൃഹോപകരണങ്ങളും മണ്ണാർക്കാട് പൂരപ്പറമ്പിലെ പ്രധാന ആകർഷണമാണ്. എങ്ങനെ എത്തിച്ചേരാം? സ്ഥാനം: മണ്ണാർക്കാട് ടൗണിലെ VM റോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ദൂരത്താണ് അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. ബസ് മാർഗം: പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണാർക്കാടേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട്. ട്രെയിൻ മാർഗം: പാലക്കാട് ടൗൺ 38 കിലോമീറ്റർ, പാലക്കാട് ജംഗ്ഷൻ, ഒലവക്കോട് എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. വിമാനം: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കരിപ്പൂർ ഏകദേശം 70 കിലോമീറ്റർ. മാർഗഴിയിൽ മല്ലികപ്പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പ്രശസ്തമായ ഗാനം ഈ പൂരത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ മലയാളി മനസ്സുകളിൽ എന്നും നിലനിർത്തുന്നു. ഒരു നാടിന്റെ ഐക്യത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമായ മണ്ണാർക്കാട് പൂരം നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വള്ളുവനാട്ടിലെ പൂരപ്പൊലിമയും സാംസ്കാരിക തനിമ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് മണ്ണാർക്കാട് പൂരം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. 2026 മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പൂരത്തീയതികൾ 2026. ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരം 2026 മാർച്ച് 7 മുതൽ 14 വരെയാണ് നടക്കുന്നത്. ആരംഭം പൂരം പുറപ്പാട് മാർച്ച് 7, സമാപനം വലിയാറാട്ട് മാർച്ച് 14. അതിനുശേഷം നടക്കുന്ന 8ാം ദിവസത്തെ ചെട്ടിവേലയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. ഐതിഹ്യവും ചരിത്രവും
ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയുടെ ഭക്തനായിരുന്ന മണ്ണാർക്കാട് നായർ തറവാട്ടിലെ കാരണവർക്ക് ദേവി ദർശനം നൽകിയെന്നും തുടർന്ന് ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം. ടിപ്പു സുൽത്താന്റെ പടയോട്ടം, മലബാർ കലാപം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാർക്കാടിന്റെ സാംസ്കാരിക അടയാളമാണ് ഈ പൂരം. പഴയകാലത്തെ നാടുവാഴികളായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നും ക്ഷേത്രഭരണം നടക്കുന്നത്. പ്രധാന ചടങ്ങുകളും പ്രത്യേകതകളും. മണ്ണാർക്കാട് പൂരത്തെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് താഴെ പറയുന്ന ഘടകങ്ങളാണ്. 1. കന്നിപ്പാർച്ച പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കും പൂരപ്പറമ്പിൽ വെച്ച് കഞ്ഞി നൽകുന്ന ചടങ്ങാണിത്. ജാതി മത ഭേദമന്യേ 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കുചേരും. 2. ആറാട്ട് എഴുന്നള്ളിപ്പ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയുടെ തീരത്തുള്ള ആറാട്ടുകടവിലേക്കാണ് ദേവി ആറാട്ടിനായി എഴുന്നള്ളുന്നത്. ഇതോടെയാണ് ഉത്സവത്തിന്റെ ലഹരി ഉച്ചസ്ഥായിലാകുന്നത്. 3. ഗോത്രവർഗ പങ്കാളിത്തം. അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാർ തങ്ങളുടെ കാർഷിക വിഭവങ്ങളും വനവിഭവങ്ങളും പൂരപ്പറമ്പിൽ വിൽപ്പനയ്ക്കായി എത്തിക്കാറുണ്ട്. ഇതൊരു വലിയ സാംസ്കാരിക വിനിമയ വേദിയാണ്. 4. കലാരൂപങ്ങൾ. ചക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ പരമ്പരാഗത ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നു. 5. വാണിജ്യ പ്രാധാന്യം. പണ്ട് കാലം മുതലേ കർണാടകയിൽ നിന്നുള്ള കൽച്ചട്ടികളും മറ്റ് ഗൃഹോപകരണങ്ങളും മണ്ണാർക്കാട് പൂരപ്പറമ്പിലെ പ്രധാന ആകർഷണമാണ്. എങ്ങനെ എത്തിച്ചേരാം? സ്ഥാനം: മണ്ണാർക്കാട് ടൗണിലെ VM റോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ദൂരത്താണ് അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. ബസ് മാർഗം: പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണാർക്കാടേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട്. ട്രെയിൻ മാർഗം: പാലക്കാട് ടൗൺ 38 കിലോമീറ്റർ, പാലക്കാട് ജംഗ്ഷൻ, ഒലവക്കോട് എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. വിമാനം: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കരിപ്പൂർ ഏകദേശം 70 കിലോമീറ്റർ. മാർഗഴിയിൽ മല്ലികപ്പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പ്രശസ്തമായ ഗാനം ഈ പൂരത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ മലയാളി മനസ്സുകളിൽ എന്നും നിലനിർത്തുന്നു. ഒരു നാടിന്റെ ഐക്യത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമായ മണ്ണാർക്കാട് പൂരം നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. വള്ളുവനാട്ടിലെ പൂരപ്പൊലിമയിൽ സാംസ്കാരിക തനിമ കൊണ്ടും ചരിത്രപരമായ പ്രാധാന്യം കൊണ്ടും ഏറെ ശ്രദ്ധേയമായ ഒന്നാണ് മണ്ണാർക്കാട് പൂരം. പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് ടൗണിനടുത്ത് സ്ഥിതി ചെയ്യുന്ന അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ആഘോഷം നടക്കുന്നത്. 2026 മണ്ണാർക്കാട് പൂരത്തിന്റെ പ്രധാന വിവരങ്ങൾ താഴെ നൽകുന്നു. പൂരത്തീയതികൾ: 2026. ഈ വർഷത്തെ മണ്ണാർക്കാട് പൂരം 2026 മാർച്ച് 7 മുതൽ 14 വരെയാണ് നടക്കുന്നത്. ആരംഭം: പൂരം പുറപ്പാട് മാർച്ച് 7. സമാപനം: വലിയാറാട്ട് മാർച്ച് 14. അതിനുശേഷം നടക്കുന്ന 8ാം ദിവസത്തെ ചെട്ടിവേലയോടുകൂടി ആഘോഷങ്ങൾ അവസാനിക്കുന്നു. ഐതിഹ്യവും ചരിത്രവും. ഏകദേശം 600 വർഷത്തിലധികം പഴക്കമുള്ളതാണ് ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് ഭഗവതിയുടെ ഭക്തനായിരുന്ന മണ്ണാർക്കാട് നായർ തറവാട്ടിലെ കാരണവർക്ക് ദേവി ദർശനം നൽകിയെന്നും തുടർന്ന് ദേവിയെ ഇവിടെ കുടിയിരുത്തിയെന്നുമാണ് ഐതിഹ്യം. ടിപ്പു സുൽത്താന്റെ പടയോട്ടം, മലബാർ കലാപം തുടങ്ങിയ ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷിയായ മണ്ണാർക്കാടിന്റെ സാംസ്കാരിക അടയാളമാണ് ഈ പൂരം. പഴയകാലത്തെ നാടുവാഴികളായിരുന്ന മണ്ണാർക്കാട് മൂപ്പിൽ നായർ കുടുംബത്തിന്റെ മേൽനോട്ടത്തിലാണ് ഇന്നും ക്ഷേത്രഭരണം നടക്കുന്നത്. പ്രധാന ചടങ്ങുകളും പ്രത്യേകതകളും.
മണ്ണാർക്കാട് പൂരത്തെ മറ്റു പൂരങ്ങളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് താഴെ പറയുന്ന ഘടകങ്ങളാണ്. 1. കന്നിപ്പാർച്ച. പൂരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. അട്ടപ്പാടി മലനിരകളിൽ നിന്ന് കാടിറങ്ങി വരുന്ന ആദിവാസി വിഭാഗങ്ങൾക്കും ദൂരദേശങ്ങളിൽ നിന്ന് വരുന്ന ഭക്തർക്കും പൂരപ്പറമ്പിൽ വെച്ച് കഞ്ഞി നൽകുന്ന ചടങ്ങാണിത്. ജാതിമത ഭേദമന്യേ 10,000-കണക്കിന് ആളുകൾ ഇതിൽ പങ്കുചേരുന്നു. 2. ആറാട്ട് എഴുന്നള്ളിപ്പ്. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയുടെ തീരത്തുള്ള ആറാട്ടുകടവിലേക്കാണ് ദേവി ആറാട്ടിനായി എഴുന്നള്ളുന്നത്. ഇതോടെയാണ് ഉത്സവത്തിന്റെ ലഹരി ഉച്ചസ്ഥായിയിലാകുന്നത്. 3. ഗോത്രവർഗ പങ്കാളിത്തം. അട്ടപ്പാടിയിലെ ഗോത്രവർഗക്കാർ തങ്ങളുടെ കാർഷിക വിഭവങ്ങളും വനവിഭവങ്ങളും പൂരപ്പറമ്പിൽ വിൽപ്പനയ്ക്കായി എത്തിക്കാറുണ്ട്. ഇതൊരു വലിയ സാംസ്കാരിക വിനിമയവേദി കൂടിയാണ്. 4. കലാരൂപങ്ങൾ. ചക്യാർകൂത്ത്, ഓട്ടൻതുള്ളൽ തുടങ്ങിയ പരമ്പരാഗത ക്ഷേത്രകലകളും വാദ്യമേളങ്ങളും പൂരത്തിന്റെ മാറ്റുകൂട്ടുന്നു. 5. വാണിജ്യ പ്രാധാന്യം. പണ്ട് കാലം മുതലേ കർണാടകയിൽ നിന്നുള്ള കൽച്ചട്ടികളും മറ്റ് ഗൃഹോപകരണങ്ങളും മണ്ണാർക്കാട് പൂരപ്പറമ്പിലെ പ്രധാന ആകർഷണമാണ്. എങ്ങനെ എത്തിച്ചേരാം? സ്ഥാനം: മണ്ണാർക്കാട് ടൗണിലെ VM റോഡ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം 850 മീറ്റർ ദൂരത്താണ് അരകുർശി ഉദയർകുന്ന് ഭഗവതി ക്ഷേത്രം. ബസ് മാർഗം: പാലക്കാട്, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നിന്ന് മണ്ണാർക്കാടേക്ക് ധാരാളം ബസ് സർവീസുകളുണ്ട്. ട്രെയിൻ മാർഗം: പാലക്കാട് ടൗൺ 38 കിലോമീറ്റർ, പാലക്കാട് ജംഗ്ഷൻ, ഒലവക്കോട് എന്നിവയാണ് അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനുകൾ. വിമാനം: കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളം, കരിപ്പൂർ ഏകദേശം 70 കിലോമീറ്റർ. മാർഗഴിയിൽ മല്ലികപ്പൂത്താൽ മണ്ണാർക്കാട് പൂരം എന്ന പ്രശസ്തമായ ഗാനം ഈ പൂരത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകൾ മലയാളി മനസ്സുകളിൽ എന്നും നിലനിർത്തുന്നു. ഒരു നാടിന്റെ ഐക്യത്തിന്റെയും ചരിത്രത്തിന്റെയും പ്രതീകമായ മണ്ണാർക്കാട് പൂരം നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്.